റോന്ത് കാണാൻ വേണ്ടി PVR ഒബ്രോൺ മോളിലാണ് വന്നത്. ഡിസ്ട്രിക്ട് ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. 165 രൂപ വരെ ഓൾമോസ്റ്റ് കാണിച്ചത്. പക്ഷേ ജൂപ്പിറ്റർ UPI വഴി പേയ്മെന്റ് ചെയ്തപ്പോൾ 100 രൂപ ക്യാഷ് ബാക്ക് കിട്ടി. അപ്പോൾ 65 രൂപയ്ക്കാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഷാഹി കബീറിന്റെ റോന്ത് നായാട്ടിന്റെ യൂണിവേഴ്സിൽ തന്നെ വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കും പോലെ തന്നെ പെട്രോളിംഗ്. അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണുള്ളത്. ഒന്ന് ദിലീഷ് പോത്തനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, ഒന്ന് റോഷൻ മാത്യു ആണ്. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഇവർ തമ്മിലുള്ള ഒരു ഡേ പെട്രോളിംഗ് ഉണ്ട്. പകലും ഒരു രാത്രിയും, ഒരു പകലും രാത്രിയും നടക്കുന്ന കാര്യങ്ങൾ, അതിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവരുടെ ലൈഫിനെ എങ്ങനെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ 2 മണിക്കൂറിൽ പറയുന്നത്. വളരെ എൻഗേജിങ് ആയിട്ടുള്ള, വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള, വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സിനിമ എക്സ്പീരിയൻസ് ആണ് റോന്ത് എന്നുള്ള സിനിമ. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് രണ്ട് പോലീസുകാർ അവരുടെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള രീതിയിലാണ്. ഒരാൾ സർവീസിൽ കയറിയിട്ട് അധികമൊന്നും ആയിട്ടില്ല, അയാൾക്ക് ഒരു 6 മാസത്തെ പ്രവൃത്തി പരിചയം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീമിലുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ. അപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഇവർ ഈ പെട്രോളിങ്ങിന് പോകുമ്പോൾ ഇവർ നേരിടേണ്ടി വരുന്നത്, നമുക്ക് പോലീസുകാരുടെ കാര്യം അറിയില്ല, പല രീതിയിലുള്ള പല വിധത്തിലുള്ള ജനങ്ങളെ പല സാഹചര്യങ്ങളിൽ പല വിധത്തിൽ അവർ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഫേസ് ചെയ്യുന്നതും ഒരു സർവീസിൽ കയറിയിട്ട് 6 മാസമൊക്കെ ആയിട്ടുള്ള ഒരാൾ ഫേസ് ചെയ്യുന്ന തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് ഈ രണ്ടുപേരും അഭിനയിച്ച് കാണിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അതായത് സ്ക്രീനിൽ നമ്മളിതിനെ കണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങളൊക്കെ കടന്നുകൊണ്ട് ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരു സ്റ്റേഷനകത്ത് കിടക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് പെട്രോളിങ്ങിന് പോകുമ്പോൾ ഉള്ളൊരു രണ്ട് പോലീസുകാരുടെ അനുഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് കണ്ടിരിക്കാം ഇൻ ദ സെൻസ് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സിനിമ പറയുന്നത്. പക്ഷേ ഇത് കുറേ ടെൻസ്ഡ് ആയിട്ടുള്ള, കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള, ഇതിനകത്ത് സൗണ്ട് ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. ഒരു നൈറ്റിൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്ത വീട്ടിലൊക്കെ ഈ പോലീസുകാർ കയറി ചെല്ലുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിലാണ് സ്റ്റേജ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഡാർക്കർ സൈഡിലേക്കാണ് പോകുന്നത്. ഇതിനകത്ത് ഈ പോലീസുകാരുടെ ഇടയിൽ തന്നെയുള്ള കുറച്ച് മൈൻഡ് ഗെയിം അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുന്നു. പിന്നെ ഈ നായാട്ട് എന്നുള്ള സിനിമയില്ലേ, ആ സിനിമയുടെ യൂണിവേഴ്സുമായിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പോലീസുകാരുടെ ഇടയിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കഥ പറയുന്ന രീതിയാണ് ഷാഹി കപൂർ ഇന്നും തിരഞ്ഞെടുക്കാറ്. അപ്പോൾ ആ രീതിയിൽ ഈ റോന്ത് എന്നുള്ള സിനിമ നല്ല ഗംഭീരമായിട്ടുള്ള വളരെ ലയർഡായിട്ടുള്ള തിരക്കഥയാണ്. ഇതിലെ ക്യാരക്ടേഴ്സ് വരുന്നതെല്ലാം അങ്ങനെയാണ്, വളരെ ഡീപ്പായിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വളരെ ഹൗണ്ടിങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഒരുപാട് തോട്ട് പ്രൊവോക്കിംഗ് എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ ഒരുപാട് ചിന്തിക്കും ഇതെന്താണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ. ഇതാണ് സമൂഹം, ഇതാണ് സൊസൈറ്റി എന്ന് വീണ്ടും പറയുന്ന, അതൊരു പോലീസുകാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന മറ്റൊരു ഷാഹി കപൂർ ചിത്രമാണ് ഈ റോന്ത് എന്നുള്ളതിൽ. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ രണ്ട് പേരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് റോഷൻ മാത്യു ആണ്. റോഷൻ മാത്യു ഒരു ഗംഭീര നടനാണ്. ഒരു സോണി ലെവലാണെന്ന് തോന്നുന്നു പുതിയൊരു സീരീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരുപാട് അപ്രീസിയേഷനും ഉണ്ട്. അപ്പോൾ ഞാൻ ആ സീരീസ് കണ്ടിട്ടില്ല, സീരീസ് കണ്ടതിന് ശേഷം ഞാൻ അതിൻ്റെ റിവ്യൂ ഇടാം. ദിലീഷ് പോത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവർ രണ്ടുപേരുടെ ഗംഭീര പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഈ സ്ക്രീൻ പ്ലേയിൽ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കാണുമ്പോൾ പുള്ളിയോട് ഇയാളെന്തൊരു ചൊറിയനാണ് എന്നുള്ളൊരു ഫീലാണ്. കുറച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ ഇമോഷൻ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുള്ളിയുടെ സൈഡാവും. റോഷൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇവരൊരു എടുത്തിയാടുന്ന അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടെങ്കിലും, പിന്നെ റോഷൻ്റെ സൈഡാണെങ്കിലും, അതായത് 2 മണിക്കൂർ കൊണ്ട് രണ്ട് ക്യാരക്ടേഴ്സിനെ നമുക്ക് എക്സ്ട്രീമായിട്ട് നമുക്കൊരു വെറുക്കാനും തോന്നും, എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനും തോന്നും. ആ രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിനെ കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള, വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, പടം കണ്ടിറങ്ങിയപ്പോൾ ഒരു മനസ്സിന് വല്ലാത്തൊരു വിഷമമുണ്ട്, ആ ഒരു ഭാരമുണ്ട്. നായാട്ട് കാണുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്, അതേപോലെ തന്നെ ഉള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ റോന്ത് എന്നുള്ള സിനിമയിൽ. അപ്പോൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിൽ പല പോയിന്റ് ഓഫ് വ്യൂലുള്ള കഥകൾ വരുന്നുണ്ട്. അപ്പോൾ പോലീസുകാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കഥ വരുന്നു, അത് നമ്മൾ കാണുന്നു. അപ്പോൾ ഫോർ മീ എനിക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള, വളരെ എൻജോയബിൾ ഇൻ ദ സെൻസ്, ഈ പറയുന്ന തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളതാണെങ്കിലും ഈ വളരെ ഡാർക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു സിനിമയിൽ വരുമ്പോൾ ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് റോന്ത് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ ഈ സിനിമ കാണുക, കണ്ടിട്ട് എൻ്റെയും നിങ്ങളുടെയും അഭിപ്രായം ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയും.